80,000 കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ഈ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമുള്ള പാർക്കിംഗ് ഏരിയയാണിത്. ഈ പാർക്കിംഗ് ഏരിയയുമായി ബന്ധപ്പെട്ടൊരു കൗതുകം പറയുവാനുണ്ട്. ഇന്ന്, അതായത് കളി തുടങ്ങുന്നതിൻ്റെ തലേദിവസം 18-ാം തീയതി ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് $7 ചാർജ് ചെയ്യുന്നത്. പാർക്കിംഗ് ഏരിയ ഇത് മാത്രമല്ല, ചുറ്റും കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ പാർക്കിംഗ് ആണ്. 80,000 പേര് വരുന്നതാണ്. ഇന്ന് ഇവിടെ പാർക്ക് ചെയ്യാൻ $7 ചിലവ്. പക്ഷേ നാളെ കളി നടക്കുന്ന നാളെ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ $300. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 27,000-28,000 രൂപയാണ് ഇവിടെ നാളെ പാർക്ക് ചെയ്യുന്നതിന് ചാർജ് ചെയ്യുന്നത്. കളി കാണുന്നതിനുള്ള ടിക്കറ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ വില ഇപ്പോൾ 9 ലക്ഷമായി തീർന്നിട്ടുണ്ട്. അതായത് $10,000, 9 അല്ല 9,20,000 രൂപ ഓളം വരും. ഇത്രയും കൊടുത്താണ് അർജന്റീനയുടെയും സ്പെയിൻ്റെയും കളി കാണാൻ ആരാധകർ എത്തുന്നത്. ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിലവേറിയ ലാഭമുണ്ടാക്കിയ ഒരു ഫുട്ബോൾ മേളയാണ് ഇവിടെ അവസാനിക്കുന്നത്. സ്റ്റേഡിയത്തിലേക്ക് ഫുട്ബോൾ കളി കാണാൻ വരുന്നവർക്കുള്ള പാർക്കിങ്ങിൻ്റെ ഒരു ഫ്ലോറാണ്. തലേ ദിവസം വരെ $7 പാർക്കിങ്ങിന് ചാർജ്. കളി നടക്കുന്ന ദിവസം $300. അതായത് $7 നിന്നും $300 ഏകദേശം 28,000 രൂപയാണ് ഫുട്ബോൾ കളി നടക്കുന്ന ഇവിടുത്തെ ചാർജ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ഒരു ഫുട്ബോൾ, വേൾഡ് ഫുട്ബോൾ, ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഫൈനൽ വിസിൽ മുഴങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ തീപ്പൊരി ചിതറും. മെസ്സിയും യാമലും കണ്ടുമുട്ടുമ്പോൾ സൗരത്തിനപ്പുറം ഫുട്ബോളിന്റെ വൈര്യം അവരിൽ ഉണ്ടാക്കുന്നു. ഫാൻസുകാർ ആവേശത്തിലാണ്, മലയാളികൾ ആവേശത്തിലാണ്, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിലാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകാൻ പോകുന്ന വേൾഡ് കപ്പ് ട്രോഫി ഏറ്റുവാങ്ങുന്നത് അർജന്റീനയാണോ സ്പെയിനാണോ എന്ന് നമുക്കറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കാത്തിരിക്കാം ആ വലിയ കലാശ പോരാട്ടത്തിലേക്ക്. ന്യൂജേഴ്സി മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും പ്രതാപ് ജയലക്ഷ്മി.